മുമ്പൊക്കെ പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾ കയറി വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് പേടിയാണ്. ഒരു പരാതി പറയാൻ പോലും ജനങ്ങൾ നേരാമണത്തിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ചെറിയൊരു പരാതി പോലും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി പറയും. അത് ധൈര്യത്തോടു കൂടി കടന്നു വരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജനമൈത്രി എന്ന് പറയുന്നത് തന്നെ ജനങ്ങളും പോലീസും തമ്മിലൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് തുടങ്ങിയൊരു പദ്ധതിയാണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഹൗസ് വിസിറ്റാണ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പുറപ്പെട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 10-40 വീടെങ്കിലും കവർ ചെയ്ത് ആ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം, അവരുടെ സ്വഭാവം, അവരുടെ പേര്, അവർ ചെയ്യുന്ന വർക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനമൈത്രിയുടെ ഓഫീസർ എന്ന് പറഞ്ഞുള്ള ഫോണിലൊരു ആപ്പുണ്ട്. ആ ആപ്പിലേക്ക് അത് എൻട്രി ചെയ്തുകൊണ്ടാണ് ജനമൈത്രിയുടെ വർക്ക് നടത്തുന്നത്. നമ്മളിതിലൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ടാ. ഞാൻ അന്ന് വന്ന് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ വെച്ചതിലും പിന്നെ അന്ന് ഇവിടെ കയറാന്ന് വെച്ചിട്ട് അന്ന് വന്നേ. ഒരു പഞ്ചായത്തിലൊരു വാർഡുണ്ടെങ്കിൽ ആ വാർഡിലെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അറിയാൻ ജനമൈത്രി ബീറ്റ് ഓഫീസർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ ചർച്ച ചെയ്ത് തീർക്കാൻ, അവിടെ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കേസുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ജനമൈത്രി. കൂടാതെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നുള്ളൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. സ്കൂളിലെ എല്ലാ പ്രശ്നങ്ങളും, കുട്ടികളുടെ പ്രശ്നങ്ങളായാലും ശരി, രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളായാലും ശരി, നാട്ടിലെ പ്രശ്നങ്ങൾ, അതൊക്കെ എല്ലാ മാസവും ചേരുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ യോഗങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ചുമതല വഹിക്കുന്ന ആൾ ചെയ്യുന്നത്.